സമയം 7 മണിയായ. അപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട്, ഇതാ കുറേ ഡ്രസ്സെല്ലാം കൊണ്ടുവരണ്ട. ഇത് നമ്മളെ സുഹൃത്ത് അർജുൻ. നമ്മളെ സലൂണിൻ്റെ ഇവൻറ്റ്സ് കംപ്ലീറ്റ് അർജുനെ ഏൽപ്പിച്ചേ. അപ്പോൾ അർജുൻ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തതിന്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കൊണ്ട് അർജുൻ വിളിച്ചായിരുന്നു, വെച്ചിട്ടാ എൻ്റെ കുറേ ഡ്രസ്സ് ഉണ്ട്, എല്ലാം നല്ലതാണ്, ഒരിക്കൽ 2 ടോട്ടൽ ഇട്ടതാണ്. അപ്പോൾ എല്ലാം നല്ല സെറ്റാക്കിയിട്ട് കൊണ്ടുവരുന്നത് ചോദിച്ച് അങ്ങനെ ഞാൻ പിന്നെ കൊണ്ടുവന്ന് പറഞ്ഞതാ. നോക്കിയേ നല്ല നല്ല വൃത്തിക്ക് പാക്കറ്റിലാക്കി. പാക്കറ്റിൽ എല്ലാം എഴുതി വെച്ചേട്ടാ, പേരും കാലിലെ ഷർട്ട്, ടീഷർട്ട്, പാൻറ്റ് ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചു. വേറെ നല്ല ഗിഫ്റ്റ് ബോക്സ് ഒന്നും ആൾക്കാർക്ക് എടുക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല ഗ്ലാസ് പേപ്പറിലാക്കിയതുകൊണ്ട് നല്ല നീറ്റ്. നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ട്, കാരണം ഒരുക്കിയിട്ട് 2 വീടിടുന്ന ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. അതെല്ലാം ഇതുപോലെ ആക്കി കൊണ്ടുവന്നാൽ ഞാൻ പറയാം ഒരുപാട് പാവപ്പെട്ടവർക്ക് ഉപകാരമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ അർജുൻ്റെ നല്ല മനസ്സിന് നന്ദി. ഇവിടുത്തെ അർജു പോയാ അർജുന് ഇതൊന്നും വീഡിയോ ഒന്നും അത്ര താല്പര്യമില്ല, ഞാൻ നിർബന്ധിച്ചിട്ടങ്ങ് നിർത്തിച്ചേട്ടാ. വേറെ നല്ല അർജുൻ ഇതുപോലെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവില്ല, വീട്ടിലുള്ള ഡ്രസ്സ് ഇങ്ങനെ കൊണ്ടുവെക്കുക എന്നുള്ളൊരു പ്രചോദനമാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു വീഡിയോ ഇട്ടാ. അപ്പോൾ അർജുന് ഒരിക്കൽ കൂടി താങ്ക്സ്. ഓക്കെ, അതിൽ തന്നെയാണ് ഇന്നലെ കുഞ്ഞാന്നേരം കുറേ സാധനം വന്നിട്ടുണ്ട്. ഉള്ളത് ചാക്കലീടെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് ഗിഫ്റ്റ് ബോക്സിൽ വെക്കണം. വീട്ടിൽ വന്നാൽ എന്നോട്ടാ ബാ. നമ്മളിപ്പോൾ രാവിലത്തെ പരിപാടി തുടങ്ങി കേട്ടാ. എല്ലാ ദിവസവും ഈ ഒരു പരിപാടി ഉണ്ട് കേട്ടാ. പക്ഷേങ്കിൽ ഇതൊരു അധ്വാനമായിട്ട് തോന്നുന്നില്ല, നമുക്കെന്തോ ഭയങ്കര ഒരു താല്പര്യമുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് ആൾക്കാർ വളരെ സന്തോഷത്തോടെയാണ് ഇതുള്ള സാധനങ്ങൾ കൊണ്ടുത്തരുന്നത്. അപ്പോൾ അത് നമ്മളെടുത്ത് കൊണ്ടുവെക്കുമ്പോൾ അറിയാമല്ലോ നമ്മളും ഇതിനൊരു കാരണക്കാരനായി എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടല്ലോ. എന്തായാലും മനസ്സിനൊരു സുഖം കേട്ടാ. അപ്പോൾ നമ്മളിത് ഗിഫ്റ്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങൾ അത്യാവശ്യം ഇതിനുള്ളുണ്ട്. കുറേ സാധനങ്ങൾ ആൾക്കാർ എടുക്കുന്നുണ്ട്, അതുപോലെ കുറേ സാധനങ്ങൾ വെക്കുന്നുണ്ട് കേട്ടോ. വെക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽ ഇത് അതിൻ്റെ ഉള്ളിലുള്ള ഈ നോട്ട് ബുക്കിൽ ആൾക്കാർ എഴുതി വെക്കുന്നുണ്ട്. എടുക്കുന്ന ആളെ എഴുതി വെക്കണമെന്ന് പറഞ്ഞു, പക്ഷെ ആരും അങ്ങനെ എഴുതി വെക്കുന്നത് കാണുന്നില്ല. ഇപ്പം നമ്മൾ ഗിഫ്റ്റ് ബോക്സിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ അരി മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ വെക്കലുണ്ട്, പക്ഷെ അത് വേമ്പേ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എനിക്കൊന്ന് ഡ്രസ്സ് അങ്ങനെ ആൾക്കാർ എടുക്കുന്നില്ല, അതിന് അത്യാവശ്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പിന്നെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ല കുറേ കോട്ട് കാര്യങ്ങൾ, ഷീറ്റ് അങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. മഴക്കാലല്ലേ, അപ്പോൾ ഈ റെയിൻകോട്ട് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ഈ നോട്ട് ബുക്ക്, പെണ്ണ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം വെക്കലുണ്ട്. എനിക്ക് തോന്നുന്നു അത് വേമ്പേകം പോക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവഴി പോകുന്ന കുട്ടികൾ എടുക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും കുട്ടികൾക്കാരും അത് ഒരു ഉപകാരമാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ എല്ലാ ദിവസവും ഇതിൻ്റെ അത് വെക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് വെച്ചാൽ പിറ്റേന്നുണ്ടാവില്ല. അപ്പോൾ ആരും ഇതിൻ്റെ അകത്ത് എടുത്ത് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ വിശപ്പ് മാറുന്നുണ്ടല്ലോ, സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ബേക്കറി ഐറ്റംസുകൾ എപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഗിഫ്റ്റ് ബോക്സിൽ സാധനങ്ങൾ നിറച്ച് കേട്ടോ. അപ്പോൾ സംഗതി ഏതാണ്ട് ഫുള്ളായേ. ഇതിപ്പോൾ നമ്മൾ അർജുൻ ഇന്നലെ കൊടുത്തുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി സ്ഥലവും ഇല്ല, അതുകൊണ്ട് നമ്മൾ പകുതി സാധനം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളൂ, ബാക്കി പകുതി നമ്മൾ തിരിച്ചു കൊണ്ടുപോയി. അതിന് നാളെ മറ്റന്നാൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവെക്കേണ്ടതുണ്ട്. കമ്പിൾ ടൗണിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരെന്താ വേണ്ട വെച്ചാൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഒരുപാട് അർഹതപ്പെട്ടവർ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ കാരണം അവരിൽ ഈ കാര്യം എത്തട്ടെന്ന് എനിക്ക് പറയാനുള്ള